അങ്ങനെ ബാംഗ്ലൂരിൻ്റെ മറ്റൊരു സൈഡാണിത്. ജാലഹള്ളി അറിയും. ജാലഹള്ളിയിലുള്ള ഒരു അമ്പലമാണിത്. അമ്പലം പണിതുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇത്രയൊക്കെ ഡിസൈൻസിൽ കാര്യങ്ങളായിട്ടുള്ള അമ്പലമൊന്നും നമ്മളെ ഭാഗത്ത് കൂടി ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അമ്പലം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നമ്മളെ സൈഡിൽ പാലക്കാട് ജില്ലാ ഭാഗത്ത് മണ്ണാർക്കാട് ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ ഞാൻ കാണുന്നത് ഇവിടെയാണ്. അതിമനോഹരമായിട്ട് കൊത്തുപണിയിൽ ചെയ്തിട്ടുള്ള, സിമെൻറ്റിൽ കൊത്തുപണി വെച്ച് ചെയ്തിട്ടുള്ള അത് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് എനിക്കും അറിയൊന്നുമില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ പെയിൻ്റ് അടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നാക്കി എടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്കിരിക്കും. അങ്ങനെയൊക്കെയാണ് വരിക എന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ഇത് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇതുപോലെ എന്നാണ് പറഞ്ഞത്. ജാലഹള്ളി അതിലിപ്പോൾ ഒരു അമ്പലമാണിത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു വ്യൂ തന്നെയാണ് ഇതൊന്ന് കിട്ടുന്നത് നമുക്ക്. ഈ ഭാഗത്ത് കൂടെയൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു സമാധാനമാണ് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടുന്ന് കിട്ടിയൊരു അതിഥിയാണിത്. അവിടെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുറേ നേരം. അവിടെ അങ്ങനെ നിന്ന് ആട്ടം പിടിച്ച്. ഇതേമാതിരി വേറൊരു അടിപൊളി ഐറ്റത്തിനെ കാണിച്ചു തരാം. ഇത് വേണ്ടത് അവിടെ അമ്പലത്തേക്ക് പോണിടത്താണ്. ജാലഹള്ളി അമ്പലത്തേക്ക് പോണിടത്തുള്ള റേഷൻ കടയിലത്തെ തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ അരി നിലത്ത് പോവുകയും ചെയ്ത പാവം. അത് കോരി എടുക്കണുണ്ട് അവർ. ഓരോ കഷ്ടകാലങ്ങൾ. അപ്പം അങ്ങനെ നമ്മളിതാ ജാലഹള്ളി കഴിഞ്ഞ ഇത് വേറെ സ്പേസാണ്. ജാലഹള്ളി അല്ല ഇത്. എന്താ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഒരു അടിപൊളി സാധനം. ഇങ്ങനത്തെ പട്ടികളൊക്കെ നമ്മൾ റീൽസിലൊന്നിലും കാണുക എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ബ്രീഡ് തന്നെയാണ് തോന്നുന്നത്. രണ്ടും സെയിം സാധനം. ഇത് വേറെ സാധനം. ഇപ്പം നമ്മൾ മേലെ കണ്ടിരുന്ന അതേമാതിരിക്കൊന്ന്. പിന്നെ ഇതിപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിൻ്റിലേക്ക് പോകുന്നിടത്തെ സൺസെറ്റാണ് കണ്ടത്. ഇതവിടെ ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന കുട്ടിയുണ്ടോ, പട്ടം പറത്തണുണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ.